ഏട്ടനെ ഇവിടെ ഉണ്ടല്ലോ, ഈ വീട്ടിൽ കെട്ടിച്ചു കൊടുക്കൊണ്ട് ഒരു കാര്യമില്ല. സമയത്തിന് മരുന്ന് കൊടുക്കാൻ കൊന്നു തന്നു. ചേട്ടാ കൊടുത്തു നന്നായി വാ മോളെ. അമ്മയ്ക്ക് അവസാനം വേറെ കാരണന്മാരും സുഗത സുഗതേട്ടാ സുഗത ചേട്ടാ പിന്നെ ദക്ഷിണ ജലജ വാ. അയ്യോ ചേട്ടന് കൊടുത്തിട്ട് മതിയായിരുന്നു. ചേട്ടാ വാ. എടി സമയമില്ല. നിക്കേട്ടാ. പട്ടാളം അത് മുറുക്കാനല്ല, ദക്ഷിണയാണ്. അത് ഒരെണ്ണേ ഉള്ളൂ. ഇങ്ങോട്ട് കൊണ്ടുവന്നേ. മതി മതി, ബാക്കിയൊക്കെ സ്റ്റേജിൽ കൊടുക്കാം. 5 മിനിറ്റ് സാരി ഒന്ന് ശരിയായിക്കോട്ടെ. ഇപ്പോഴാണോ ചെയ്യുന്നത്? ഇപ്പൊ വിടാം. ഓ ഇനി ഇയാള് അങ്ങോട്ട് ഉണ്ടാക്കിയാലേ ശരിയാകത്തുള്ളൂ. ഒത്തിരി സൈലോട്ട് കൊണ്ടുവരാം. എവിടെ പോയി കിടക്കണവൻ? അതെ ഒരു പൊക്കം കുറഞ്ഞ കാണാൻ വർക്കത്തൊന്നുമില്ല. എന്റെ കൈക്കാരനാ കുഞ്ഞപ്പൻ. കണ്ടില്ല കണ്ടില്ല. എവിടെ നിന്ന് വരുന്നത്? പണിയില്ല. ഇപ്പൊ ഇങ്ങനെ നമസ്കാരമുണ്ടേ. ഇവിടുത്തെ ആരെങ്കിലും ആണോ? പെണ്ണിന്റെ കൊച്ചനാ. എന്നാ? അല്ല, ഞാൻ ചെറുക്കൻ്റെ വൈകിട്ട് പറ്റത്തില്ല. എന്നാ പറ്റി? ഈ പെണ്ണ് വല്ല ചൊവ്വാദോഷമുള്ള കാര്യമുള്ളതാണോ? ആർക്കറിയാം ജവാദോഷം? ഈ സ്വഭാവമുള്ള ചെറുക്കിന് കെട്ടിച്ചു കൊടുക്കുന്നതുകൊണ്ട് ചോദിച്ചാണേ. ഹലോ സന്ദീപ്, ഞാൻ കിരൺ, അഞ്ജനയുടെ ഫ്രണ്ടാ. ഇങ്ങോട്ടൊന്ന്. അടിപൊളി കല്യാണമൊക്കെ ഒറ്റ പ്രാവശ്യം നടക്കുള്ളൂ പോയി. അപ്പൊ ഇതുപോലത്തെ ഫോട്ടോഗ്രാഫറിനെ അല്ലേ? പുള്ളി അടിപൊളിയാണ് കേട്ടോ. എന്റെ കല്യാണം ആയിരിക്കണം. പുള്ളീനെ വിളിച്ചാലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഭയങ്കര കാശ. കല്യാണമൊക്കെ ഒരിക്കലല്ലേ നടക്കുള്ളൂ പോയി. എൻ്റെ കുറച്ച് റെഫറൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. കാണിച്ചേ. അല്ല അത് കുതിരയല്ലേ? കുതിര ഇവിടെ ഇല്ല. പക്ഷെ പെണ്ണിന്റെ അമ്മ നല്ല മുറ്റു കുതിരയുടെ പോലെ ഇരിക്കണം ഏറ്റവും. പുള്ളി വായന തോളത്ത് കയറ്റി വെച്ച് കൂട്ടുകാരാണെന്ന് ബാക്കിൽ തുള്ളി കഴിഞ്ഞാൽ നല്ല ഓളം പെട്ട് ഫോട്ടോ ഇട്ടു. അതുകൊള്ളാം. എന്നാ പിന്നെ ഒരു സെൽഫി എടുത്താലോ? മനസ്സിലാക്കണല്ലോ കല്യാണ ചക്കൻ. അല്ല, ഞാൻ എന്ത് കാര്യം വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പൊ തന്നെ ഒരു പെങ്കുച്ചുമായിട്ട് പ്രേമത്തിനായിട്ട് ആത്മഹത്യ ചെയ്തതാ. എന്നിട്ട് അവൻ പുനർജീവിച്ചു വന്നതാ. ഈ ചെറുക്കനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കായിരുന്നു. കാര്യമല്ല, ചേട്ടൻ്റെ മോനൊക്കെയാ. ഏട്ടൻ്റെ മോനാണോ? എൻ്റെ ചേട്ടൻ്റെ മോനാണല്ലോ. അതെ. പിന്നെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ലേ. കല്യാണം കഴിയുമ്പോൾ എല്ലാം മാറിക്കോളും. അല്ല, അനുഭവിക്കണം. പെണ്ണിന്റെ അമ്മ വരുത്തോണ്ടേ അവൻ ഈ അടി ബേളം നടന്നവനാ. എനിക്കൊന്നും പറയാൻ. അപ്പൊ നമ്മൾ മോശക്കാരനാ. അത് ഇവരൊക്കെ എല്ലാം കൂടെ ചേർന്നുള്ള പരിപാടിയാ. പെണ്ണിന്റെ വിധി അനുഭവിക്കട്ടെ എല്ലാവരും കൂടി. എനിക്കെന്നാ എടാ ഫോട്ടോക്കാരാ, എന്റെ മോടെ 2 ഫോട്ടോ എടുക്കണായിരുന്നു. ടൈമില്ല ഓൾഡ് വുമൺ. വെഡിങ്ങിന്റെ ഇടയിൽ ഞാൻ വേറെ ഫോട്ടോ ഒന്നും എടുക്കാറില്ല. സോറി. എന്റെ മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ആ നിൽക്കുന്നതാണ് എന്റെ മോള്. കെട്ടുകഴിഞ്ഞെടുക്കാം. കുറച്ച് ടൈം എടുത്ത് ഷൂട്ട് ചെയ്യാം. അന്ന് ഞങ്ങളത് കഴിഞ്ഞു. സമ്മതിക്കില്ല. ചേട്ടാ, എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ മോനെ? എൻ്റെ ഐഡിയയിൽ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറ്റുമോ? അല്ല, പുറത്തുള്ള ഐഡിയ ഞാൻ ഫോട്ടോ എടുക്കില്ല. എന്തായാലും നീ പറ. എന്താന്ന് വെച്ചാലേ, ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിൻ്റെ അമ്മാവൻ എന്നെ തോളത്തെടുത്തോണ്ട് കയറട്ടെ. അപ്പം എൻ്റെ കൂട്ടുകാരും എൻ്റെ ബാക്കിൽ വന്നിങ്ങനെ തോന്നും. ആ ഒരു ഷോട്ട്. ഓക്കെ, സമയം അമ്മാവനെയും കൂടി വാ. ഓക്കെ. എന്താ കളിക്കുന്നേ? കെട്ടുപോട്ടോ. കെട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റേ പരിപാടി നടക്കൂല. പായസം കൊടുത്തായിരുന്നോ? അയ്യോ, ഞാൻ ആ കാര്യം മറന്നു. കൊടുത്തോ. ഇപ്പൊ കൊടുക്കാം. ഒരു ഗ്ലാസ് പായസം എടുക്ക്. എന്താ പായസം? കൊടുത്ത കല്യാണത്തിന് മെയിനാണ്. 2 ഗ്ലാസ് എടുത്തോളാം.